ഓ, രാവിലെ പള്ളിയിൽ നിന്ന് പോയിടി. മനസ്സാകെ ശരിയല്ല. എന്തോ ഒരു വല്ലായിക, ഒരു തരം എന്തെന്നില്ലാത്ത ഏകാന്തത. വയ്യടി. റാണി വന്നതാ എന്റെ റാണി, എന്റെ മനസ്സിലുള്ളത് ഇന്ന് അവളോട് പറയണം. എടാ എനിക്ക് പറഞ്ഞോളാം. എടാ അവളുടെ കെട്ടിയവൻ മരിച്ചിട്ട് 1 വർഷം കഴിയണേ ഉള്ളൂ. എന്നൊക്കെ ഒരു പണിയില്ല. എടാ എല്ലാം അറിയാം, നീ ഇങ്ങനെ പറയരുത്. എടാ അവൾക്ക് വേണ്ടിയിട്ടല്ലോ ഞാൻ ഇത്രയും നാൾ കല്യാണം പോലും കഴിക്കാതെ ജീവിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള സ്നേഹമാണ്. ഇനി എനിക്കത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് അവളോട് തുറന്നു പറയും. നീ സീരിയസ് ആയിട്ടാണോ? എന്നാൽ ചുമ്മാ ഞാൻ ഐ ലവ് യു എനിക്ക് തന്നെ ഇഷ്ടമാണെന്നല്ല പറയേണ്ടത്. ഭർത്താവ് വെച്ച കണ്ണ സൂക്ഷിച്ച് സംസാരിക്കണം. നീ പറ, ഞാൻ അതുപോലെ ചെയ്യാം. കുറച്ചൊക്കെ മെച്ചുറായിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. നീ പറഞ്ഞു എന്നിരിക്കണം, അവൾക്കെല്ലാം മനസ്സിലായെന്ന് ഇരിക്കണം. എന്നാൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, അവൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ മനസ്സിലാവുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായല്ലോ അല്ലേ? എടാ പൊട്ടാ, ചെവി കാണിക്കാം, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ മതി. സംഗതിയെ അയ്യോ പേടിക്കണ്ട, ഇവിടെ ഒരു കല്ല് കിടന്ന ഞാൻ കണ്ടില്ലായിരുന്നു. സോറി, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. റോയി മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. ആ ഒരു അവസ്ഥയിൽ റാണിയെ കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അത് സാരമില്ല സഹിച്ചേട്ടാ. റാണി, ഈ ഒരു അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. ഒരു കാലം കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മരിക്കുമല്ലോ. ഭൂമിയിലുള്ള നമുക്ക് ജീവിക്കണമല്ലോ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എല്ലാം മറന്നല്ലേ പറ്റൂ. അത് ശരിയാണ് സഹിച്ചേട്ടാ. റാണി, എൻ്റെ മനസ്സിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് റാണി ഇഷ്ടമാണ്. റാണി റോയി കല്യാണം കഴിച്ച് പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. റാണി, എനിക്ക് നേരത്തെ എനിക്ക് റാണിയോട് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. റാണിയുടെ ജീവിതത്തിൽ ഇപ്പോൾ റോയി ഇല്ലല്ലോ. ആ റോയിയുടെ സ്ഥാനം എനിക്ക് തന്നൂടെ? പ്ലീസ് റാണി, എനിക്ക് തന്നൂടെ? എനിക്ക് തന്നൂടെ? റാണി എന്താ മിണ്ടാത്തെ? റോയിയുടെ സ്ഥാനം എനിക്ക് തന്നൂടെ? റാണി എനിക്ക് സമ്മതമാണ് സഹിച്ചേട്ടാ. റാണി, ഞാൻ കേട്ടത് സത്യമാണ് റാണി. സഹിച്ചേട്ടാ, എനിക്ക് സമ്മതമാണ്. പക്ഷെ റോയിയുടെ വീട്ടുകാരും പള്ളിക്കാരും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ റാണി? ഞാനും ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനി, പിന്നെ ആർക്ക് എന്ത് എതിർപ്പെടാ? എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി റാണി. ഞാൻ പറഞ്ഞില്ലേ സഹിച്ചേട്ടാ, എനിക്ക് സമ്മതമാണ്. പക്ഷെ വീട്ടുകാരും ഇടവക്കാരും സമ്മതിക്കത്തില്ല. റാണി, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവര് സമ്മതിക്കില്ല നീ പറയുന്നത്. സഹിച്ചേട്ടാ, അത് കുടുംബ കല്ലറയാണ്. അത് റോയിയുടെ കുടുംബക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പൊ റോയിയുടെ ആ സ്ഥാനം സഹിച്ചേട്ടൻ എങ്ങനെ തരും? അത് സഹിച്ചേട്ടാ പറ, എങ്ങനെ തരും ആ സ്ഥാനം? സഹിച്ചേട്ടൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്താണ് കണ്ടടിച്ച പോലെ ദൃതംഗ പുളങ്കിതനായിട്ട് എന്റെ ഐഡിയ മേലിൽ ഒരുത്തിന് ഇതുപോലത്തെ ഐഡിയ നീ പറഞ്ഞു കൊടുക്കരുത്. ഒറ്റണ്ടി ഇതിലും ഭേദ പാറ്റാ സമരത്തിന് പോയി തല്ലു പഠിക്കുന്നതായിരുന്നു.